ഇറാൻ ഇവിടെ വെച്ച് നിർത്തിയാൽ ഇറാന് നല്ലത്. ഷിയ മുസ്ലിങ്ങൾ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളായി കാണുന്നത് ജൂതന്മാരെ അല്ല, സുന്നി മുസ്ലിങ്ങളെയാണ്. മൊസാദാണ് ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ ചാരസംഘടന. പശ്ചിമേഷ്യയിൽ സമാധാനത്തോടെ അവർക്ക് കടന്നുറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇറാൻ ശരിയായി തീരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെല്ലാം മനസ്സുകൊണ്ടപ്പുറത്തും വാക്കുകൊണ്ട് ഹമാസിനെ നായകളുടെ സന്തതികൾ എന്നാണ് മുഹമ്മദ് അബ്ബാസ് അവിടുത്തെ പലസ്തീൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അടിസ്ഥാനപരമായി ഇവർ സുന്നി മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള ബോധം സുന്നി മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. സദ്ദാം ഹുസൈനോട് അമേരിക്ക ചെയ്തത് വൃത്തികേടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ തീർത്ഥാടകരെ നേരെ വെടിയുതിർത്ത ഈ ഷിയ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സുഡാപ്പികളൊക്കെ കൈയടിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നത്. ഇറാനും ഇസ്രായേലിനും ഇടയിലുള്ള പ്രശ്നം അത് കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാൻ ഇവിടെ വെച്ച് നിർത്തിയാൽ ഇറാന് നല്ലത്. കാരണം ഇറാനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്ത അതേ പണി തന്നെ. ഇവരുടെ റഡാർ സംവിധാനങ്ങൾ മുഴുവൻ ഒന്നിനും കൊള്ളാത്തതാണെന്നുള്ള ബോധ്യപ്പെട്ടു. പിന്നെ ഇവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ യുറേനിയം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന വെയർ ഹൗസുകൾ വരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും സാധനങ്ങൾ. കാരണം ഇവർക്ക് ഇനിയിപ്പോൾ ആണവ സമ്പുഷ്ടീകരണത്തിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ പോകാനുള്ള നട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുത്തു എന്നുള്ളത്. ഇവർ തിരിച്ചുവിടുന്ന പടക്കംപെട്ട് കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് ഡ്രോൺ വിട്ടുകൊണ്ടിരിക്കുക. ഈ ഡ്രോണൊന്നും ഇതുവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നുള്ളത്. ഇസ്രായേൽ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ആളുകൾക്കെല്ലാം അലർട്ട് കൊടുത്തു, അവരെ ബങ്കറുകളിൽ കഴിയാൻ ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇസ്രായേൽ ഈ അറ്റാക്ക് നടത്തുന്നത്. അപ്പം ഇസ്രായേലിന് ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇറാൻ ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഈ പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇറാനാണ്. നമുക്കറിയാം, ഇപ്പോൾ ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഹൂതികൾക്ക് വേണ്ട ആയുധം കൊടുക്കുന്നത് ഇറാനാണ്. ഹൂതികൾ ആരെയാണ് ആക്രമിക്കുന്നത്? ഹൂതികൾ ഇവർ പറയുന്ന സയൻസത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ ഈ സുഡാപ്പികൾ പറയുന്ന പോലെയാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ. എന്നിട്ടെന്താ ചെയ്ത ജോസഫ് മാഷ കൈവിട്ടേക്ക് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ എന്ന് പറയുന്ന പോലെ സയൻസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്, ജൂതന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ആളും ആയുധവും അർത്ഥവും നൽകി സഹായിച്ചിട്ട് ഹൂതികൾ എങ്ങോട്ടാണ് ഷെല്ലും റോക്കറ്റും വിട്ടത്, മിസൈലും വിട്ടത്? അവർ അബുദാബി ആക്രമിച്ചു. അബുദാബിയിലെ എണ്ണ സംഭരണശാലകൾ ആക്രമിച്ചു. അതേപോലെ ജിസാനിൽ ആക്രമിച്ചു. സൗദി അറേബ്യക്കകത്ത് ജിസാനിൽ ആക്രമിച്ചതാണ് അവർ. അതൊക്കെ 2022 നടന്ന സംഭവമാണ്. അതേപോലെ തന്നെ റിയാദിൽ ആക്രമിച്ചു. അപ്പോൾ റിയാദിലൊക്കെ ഇപ്പോൾ ഈ സൗദിയെയും UAE ഒക്കെ ഇവർ ആക്രമിക്കുന്നത് എൻ്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ഷിയ മുസ്ലിങ്ങൾ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളായി കാണുന്നത് ജൂതന്മാരെ അല്ല, സുന്നി മുസ്ലിങ്ങളെയാണ്. സൗദി അറേബ്യയ്ക്കും ബഹറിനും ഈജിപ്തിനും UAEക്കും ഒക്കെ അവർ ചുമ്മാ ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവരും. ഇസ്രായേലും ഹമാസും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പ്രമേയം കൊണ്ടുവരും, അവരുടെ ആക്ഷനിലേക്ക് പോകത്തില്ല. മാത്രമല്ല ഖത്തറിന് കുറച്ചൊക്കെ ഇവരോട് താല്പര്യമുണ്ട്, കുറച്ച് തീവ്രവാദ മനോഭാവമൊക്കെ ഉണ്ടെങ്കിലും ഖത്തറും മിണ്ടില്ല. കാരണം അമേരിക്കൻ ആർമി ബേസ് അവിടെ കിടക്കുക. ഈ അമേരിക്കൻ ആർമി ബേസിൻ്റെ മുകളിൽ കൂടി ഖത്തറിൻ്റെ എയർക്രാഫ്റ്റുകൾക്ക് പോകാൻ അനുവാദമില്ല, ഇവരെ പെർമിഷൻ മേടിക്കണം. അമേരിക്കൻ ആർമി ബേസിൽ ഖത്തറിൽ അമീർ പോകണമെന്നുണ്ടെങ്കിൽ ഖത്തറിൻ്റെ അമീർ മുൻകൂട്ടി അനുവാദം വാങ്ങണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം ഔട്ട്സോഴ്സ് കൊടുത്തേക്കാണല്ലോ സെക്യൂരിറ്റി. സ്വന്തമായിട്ട് വലിയ സംവിധാനങ്ങളൊന്നുമില്ല. ഇവർ തന്നെ തോക്കും കൊടുക്കും, ഇവർ തന്നെ ഓപ്പറേറ്റേഴ്സ്, മറ്റവന്മാർക്ക് അതിനൊന്നും അറിയത്തില്ല. അതാണ് സംഭവം. ഈ നിൽക്കുന്ന മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് ഓയിൽ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളോ ഉള്ളതുകൊണ്ട്, പെട്രോളിയം ഡെപ്പോസിറ്റൊക്കെ ഉള്ളതുകൊണ്ട്, ക്രൂഡൊക്കെ ഉള്ളതുകൊണ്ട് പൈസ ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധി അതിനുള്ള കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ മേഖല, അവരുടെ മെഡിക്കൽ മേഖലയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇറാന്റെ മെയിൻ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിലും ഇറാൻ്റെ എല്ലാം മൊത്തത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ എല്ലാ സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ അതെല്ലാം നടക്കുന്നത്, ഗ്യാസിൻ്റെയും. അപ്പം ഖത്തറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഗ്യാസാണ് അവരുടെ. പക്ഷേ അതിൻ്റെ പോലും മൊണോപ്പൊളി ഇപ്പുറത്താണ് കിടക്കുന്നത്. ഇപ്പോൾ മേസ്കോയിൽ അങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ അതിൻ്റെ കുത്തക മുഴുവൻ കിടക്കുന്നത്. ഖത്തറിൻ്റെ റാസ് ഗ്യാസ്, ഖത്തർ പെട്രോളിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളുണ്ടെങ്കിലും അതൊക്കെ റോയൽ ഫാമിലിയുടെയാണ്. അതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പരിമിതികളുണ്ട് കാര്യങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിച്ചാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യമായ മെസ്സേജാണ്. അവർക്ക് ഖത്തറിലും ബഹ്റിനിലും സൗദി അറേബ്യയിലും UAEയിലും ആർമി ബേസ് ഉണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കൂടെ നിൽക്കും എന്ന് ഇസ്രായേലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമെന്നല്ലാതെ അവരുടെ സ്ഥലത്ത് നിന്ന് ഇസ്രായേലിനെ അടിച്ചാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്ത്, അവരുടെ മണ്ണിൽ നിന്നായിരിക്കും മിസൈലും ഷെല്ലും ഒക്കെ അമേരിക്ക അങ്ങോട്ട് വിടുക. മറ്റൊന്ന്, ഇപ്പം അമേരിക്കയും ഇന്ത്യയും ഇസ്രായേലും UAEയും ചേർന്നിട്ടുള്ള ഒരു നയതന്ത്ര സഖ്യമുണ്ട്. പിന്നെ അടുത്ത കാലത്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ബന്ധമൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇവർ പോലും ഇപ്പം സൗദി അറേബ്യയെയും UAEയും തകർക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ, ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുമ്പം
ആ തകർക്കാനുള്ള ശ്രമത്തെ പൊളിച്ചു കൊടുക്കുന്നത് മൊസാദിന് വലിയ പങ്കുണ്ട്. ഇവരെല്ലാം ഇൻ്റലിജൻസ് പിന്നെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി മൊസാദിനെയാണ് ഫൈനലി, ഇവർക്ക് അതിന് വേണ്ട സംവിധാനമൊന്നുമില്ല. അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിയും ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റോയും ഒക്കെ മൊസാദിൻ്റെ ഒരുപാട് താഴെയാണ്. മൊസാദാണ് ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ ചാരസംഘടന. അവർ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. രാജഭരണത്തിനെതിരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും അവിടുത്തെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലൊക്കെ ഇപ്പോൾ ഹൂതികളെ സൃഷ്ടിച്ചെടുത്തതുപോലെ, യമനിലെ ഹൂതികളെ സൃഷ്ടിച്ചെടുത്തതുപോലെയുള്ള അല്ലെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ളയെ സൃഷ്ടിച്ചെടുത്തതുപോലെയുള്ള ഒരു ശ്രമം ഇറാൻ്റെ ഫണ്ടിങ്ങോട് കൂടി നടക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ത്രെട്ടാം, റോയൽ ഫാമിലികൾക്ക് ത്രെട്ടാം. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർ സമാധാനപൂർവ്വമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ അബുദാബിയും സൗദി അറേബ്യയിലെ റിയാദും ജിസാനും ഒക്കെ ആക്രമിച്ച ഈ പിന്നെ ഷിയ സുന്നികളുടെ കൂടെ ആയത്തുള്ള ഖുമൈനിയുടെ കൂടെ അവർ നിൽക്കുമോ, ഇപ്പുറത്ത് നിൽക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെയും കൂടെ ആഗ്രഹമാണ് ഇത് തീർത്ത് കിട്ടണം എന്നുള്ളത്, ഇറാൻ തീർത്ത് കിട്ടണം എന്നുള്ള ആ ആഗ്രഹം. കാരണം അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ഇറാനാണ്, ഇസ്രായേലല്ല. ഇസ്രായേൽ ഇവരുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തീർത്ത് കിട്ടുക എന്നുള്ള ഇവരുടെ ആഗ്രഹമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തോടെ അവർക്ക് കടന്നുറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇറാൻ ശരിയായി തീരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെല്ലാം മനസ്സുകൊണ്ട് അപ്പുറത്തും വാക്കുകൊണ്ട് ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തും നിൽക്കുന്നു. കാരണം മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നില്ല എന്നുള്ള ആക്ഷേപമൊന്നും വേണ്ടാന്ന് എഴുതിയിട്ട്. ഇപ്പോൾ സൗദി അറേബ്യ അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സിനിമാ തിയേറ്ററുകളും പിന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഓപ്പൺ ആവുന്നു. UAE ആണെങ്കിൽ ക്ഷേത്രങ്ങളും ചർച്ചുകളും ഒക്കെ പിന്നെ സ്ഥാപിക്കാനുള്ള അനുമതി, ചർച്ചിന് മുമ്പേ അനുമതിയുണ്ട്. ഇപ്പോൾ നമ്മളെ രാമക്ഷേത്രത്തിൻ്റെ പിന്നെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അവർ വേറെ വഴിയിലാണ് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിൻ്റെ രീതിക്കനുസരിച്ച് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ, തലമുറയുടെ ആവശ്യങ്ങൾ, അതിനെ അഭിസംബോധന ചെയ്യുക, സ്വസ്ഥമായി ജീവിക്കുക. ലോകത്തിൽ ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലേ നമ്മുടെ ദുബായ് എന്നൊക്കെ പറയുന്നത്, ആ രീതിയിൽ പോകണം എന്നുള്ളതാണ്. ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? സ്റ്റേഡിയത്തിൽ പന്ത് കളി കാണാൻ വന്ന സ്ത്രീകളുടെ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അടിക്കുക ചെയ്തത് ഇറാനിൽ. മാത്രമല്ല തട്ടമിട്ടത് ഒന്ന് കാറ്റടിച്ചപ്പോൾ മാറിപ്പോയെന്ന് പറഞ്ഞാൽ 22 വയസ്സുള്ള പെൺകുട്ടിയെ തല്ലിക്കൊന്നത് അവർ. ഇപ്പോൾ അവിടുത്തെ യുവതി യുവാക്കൾ ഒരുപാട് പേര് ജയിലിൽ കിടക്കുക, അവർ കൽത്തുറുങ്ക അടക്കുകയാണ്. പ്രക്ഷോഭകാരികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെല്ലാം സ്വാതന്ത്ര്യമില്ല. അവരും അവരുടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. അവർ സെൻസർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ. അതല്ല അറബ് രാജ്യങ്ങളിലും അങ്ങനെ തന്നെ, ഖത്തറിലൊക്കെ അങ്ങനെ തന്നെ. പിന്നെ അവരുടെ സെൻസറിങ് കഴിഞ്ഞിട്ടേ പിന്നെ സാധനം ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടായപ്പോലും അതിൽ എത്ര പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ അടുത്ത് പെർമിഷൻ കിട്ടുന്ന അവർ കൊടുക്കുന്ന പ്രസ് റിലീസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ പോലെ ഒന്നും പറ്റില്ല അവിടെ. ആ രീതിയിലുള്ള സംവിധാനമുള്ളത്. പക്ഷേ ഇവർ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ, ഈ പ്രക്ഷോഭകാരികളായിട്ടും രംഗത്ത് വന്നവർ ജയിലിലായി. ഇവരുടെ കുടുംബങ്ങൾ പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും അതിനോട് അനുഭവമുള്ള വലിയൊരു തലമുറ അവിടെ ഉണ്ട്. ഈ സിസ്റ്റം, ഈ റവല്യൂഷണറി ഗാർഡിൻ്റെ ഫോഴ്സ് നിർവീര്യമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയത്തുള്ള കൊമ്പീനെ ഇപ്പോൾ ചിരട്ടയൊക്കെ വെച്ച് പിന്നെ പർദ്ദയൊക്കെ ഇട്ട് പെണ്ണുങ്ങളെ പെൺവേഷം കെട്ടി മുഖമൊക്കെ മൂടി നടക്കുക പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ആയത്തുള്ള കൊമ്പീനെ ഒരു ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർത്തില്ലേ? ഇപ്പോൾ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ തീർത്ത എവിടുന്ന? ടെഹ്റാനിലല്ലേ? ടെഹ്റാനിൽ നിൽക്കുമ്പം ഇസ്മായിൽ ഹനിയെ, ഹമാസിൻ്റെ സുപ്രീം കമാൻഡറായിരുന്ന ഇസ്മായിൽ ഹനിയെ ഒരു കുഞ്ഞിന് പോലും ഒരു സൂചന കിട്ടാതെ കറക്റ്റായിട്ട്, അതും സിവിലിയൻസിന് പരിക്കില്ലാത്ത രീതിയിൽ ആൾവാസ കേന്ദ്രത്തിൽ താമസിച്ചിട്ട് പോലും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തത്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ അവർ തീർത്തത് അങ്ങനെ തന്നെയാണ് പലരെയും. ഇപ്പം പിന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ സുപ്രീം കമാൻഡറെയാണ് തീർത്തിരിക്കുന്നത്. അതേപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അപ്പോൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്ന മൊസാദിൻ്റെ ഏജൻറ്റുമാർ പല രൂപത്തിൽ പല വേഷത്തിൽ അതിനകത്ത് കാണും. ഇറാൻ പണ്ട് ഇവർ സഖ്യകക്ഷി, അറബ് സഖ്യം രൂപീകരിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയല്ലേ, എന്നിട്ട് അവസാനം സറണ്ടർ ചെയ്യേണ്ടി വന്നില്ലേ, ഒത്തുതീർക്കേണ്ടി വന്നില്ല. കാരണം ഇസ്രായേൽ ഇവർ കരുതിയത് ഇവരെല്ലാം കൂടെ കൂടുമ്പോൾ ഇസ്രായേലിനെ ഇതാക്കുന്നത്. എല്ലാവരും കൂടെ കൂടിയിട്ട് നടക്കാതിരുന്നൊരു കാര്യം. ഇറാൻ്റെ കൂടെ ആകെ ഉള്ളതാരാ? തുർക്കി മാത്രമേ ഉള്ളൂ. ആ മേഖലയിൽ നിന്നും തുർക്കി മാത്രമേ ഉള്ളൂ അവർക്ക് സപ്പോർട്ടായിട്ടുള്ളത്. ഏത് കണ്ണടച്ച് വിശ്വസിക്കാവുന്നത്. തുർക്കി ഒഴിച്ച് പിന്നെ വേറെ ആരാ? ഉർഗാൻ മാത്രമാണ് പിന്നെ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും രാജ്യം ഞാൻ പറഞ്ഞില്ല, മനസ്സുകൊണ്ട് അവരെല്ലാം ആഗ്രഹിക്കുന്ന ഇതാ. വേറൊന്നും ഇപ്പം ഈ ഹമാസിനെ നായകളുടെ സന്തതികൾ എന്നാണ് മുഹമ്മദ് അബ്ബാസ്, അവിടുത്തെ പലസ്തീൻ പ്രസിഡന്റ്, വിശേഷിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. പിന്നെ എൻ്റെ സ്വന്തം ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ നായകളുടെ സന്തതികൾ എന്നുള്ളത് ഈ പിന്നെ എഴുതാനും വായിക്കാനും അറിയുന്ന കഴിവ് നായകൾക്കുണ്ടെങ്കിൽ നായകളെല്ലാം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. അതാണ് സ്ഥിതി. നായകളുടെ സന്തതികൾ എന്ന് പോലും വിശേഷിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആരാ പറയുന്നത്? ഹമാസാണ് പാലസ്തീൻ ജനതയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് പാലസ്തീൻ്റെ പ്രസിഡന്റാണ്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ യാസർ അറഫാത്തിൻ്റെ പിൻഗാമിയാണ് പറയുന്നത്. അത് പറയുമ്പോൾ അതാണ് ഫാക്റ്റ്. ഇവിടെ ഈ മുക്കാൽവൻ ചാനലിരുന്ന് വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ച നടത്തുന്നത് വേറെ ഉദ്ദേശത്തില്ല. ഞാൻ അടിസ്ഥാനപരമായി ഇവർ സുന്നി മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള ബോധം സുന്നി മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഷിയാക്കൾ ഞങ്ങളുടെ ത്രെട്ടാണ്, ഇവരെക്കാൾ വലിയ, അതായത് ഇസ്രായേലിനേക്കാൾ വലിയ ഭീഷണി ഇവരാണ് എന്നുള്ള ബോധമുള്ളതുകൊണ്ട് അവരാരും മിണ്ടില്ല. അവർ മിണ്ടും, അവരാരും ആക്ഷനിലേക്ക് പോകില്ല. അവരുടെ മണ്ണ്
ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്ക് അടിക്കാൻ വേണ്ടി ഒരു വിട്ടും കൊടുക്കും. ഇറാഖിന്റെ നാശത്തിന് ഇറാൻ ഏത് തരത്തിലുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്? അല്ല, ഇറാഖ് യുദ്ധം കുറെ കാലം നീണ്ടു നിന്നതാണല്ലോ. കാരണം ഇറാഖിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും സദാം ഹുസൈനെ അഭയാർത്ഥിയാക്കി ഏറ്റവും ലാസ്റ്റ് അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി വധശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? അല്ല, അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ഈ ഷിയ സുന്നി സാധനമുണ്ട്, വിഷയങ്ങളുണ്ട്. അവിടെ പിന്നെ കുർദുകളുണ്ട്, ബാക്കിയുള്ള യസീദികളുണ്ട് ഇറാഖിൽ. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സദ്ദാം ഹുസൈനോട് അമേരിക്ക ചെയ്തത് വൃത്തികേടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അമേരിക്ക ചെയ്തത്, സദ്ദാം ഹുസൈൻ 100% സെക്കുലറായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഡെപ്യൂട്ടി PM-ഉം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വകുപ്പും കൂടെ കൈകാര്യം ചെയ്ത താരിഖ് അസീസ് ക്രിസ്ത്യനാണ്. നമ്മൾ താരിഖ് അസീസ് എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമാണെന്ന് കരുതി, ഇയാൾ ക്രിസ്ത്യനാണ്. അപ്പോൾ ക്രിസ്ത്യൻസിനെയും യസീദികളെയും ഈ പിന്നെ കുർദുകളെയും സുന്നികളെയും ബാക്കിയുള്ളവരെയെല്ലാം ആരെങ്കിലും ആയുധമെടുക്കാൻ നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ നിന്ന ഒരു കലാപം പരസ്പരം ഇല്ലാതെ കൊണ്ടു കടന്ന കഴിവുള്ളൊരു ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈനെ ശരിക്ക് അമേരിക്ക അദ്ദേഹത്തിന്റെ മണ്ടത്തരം എന്ന് വെച്ചാൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ചരിത്ര മണ്ടത്തരം. കാരണം അതല്ലെങ്കിൽ അമേരിക്കയായിട്ട് കുവൈറ്റിനും ഇറാനും ഒന്നും ഒരു ബന്ധം ഉണ്ടാവത്തില്ലായിരുന്നു, ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അമേരിക്ക പിന്നെ തരാതരത്തിന് എല്ലാവരെയും യൂസ് ചെയ്യുമല്ലോ. അമേരിക്കയ്ക്ക് ഇതിനകത്തൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. കാരണം എണ്ണ കിടക്കുമല്ലേ? അതെ, അത് കിടക്കുകയല്ലേ. കാരണം അവിടെ കയറി മേയാലോ. പിന്നെ ഇതിൻ്റെ എല്ലാം മൈനിങ്ങിൻ്റെ കുത്തക ഇവരെടുത്തല്ലേ, ഇവർ തന്നെ ആക്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റീബിൽഡിംഗ് പ്രൊജക്റ്റ് വരുമ്പം അതിൻ്റെ കോൺട്രാക്ട് മുഴുവൻ അമേരിക്കൻ കമ്പനികൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് 2 തരത്തിലുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം എന്തോ ആവട്ടെ, അമേരിക്ക ഇതിനകത്ത് അൺകണ്ടീഷണലായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇറാൻ കിട്ടിയത് മേടിച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. പിന്നെ ഇറാൻ ആലോചിച്ച് നോക്കൂ, ഇറാനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ലോക മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായി കാണുന്ന മക്കയിലെ ഖൈബ പള്ളിയിൽ അവിടെ ഹജ്ജിന് പോകുന്ന സമയത്ത്, ഹജ്ജ് തീർത്ഥാടനം നടക്കുന്ന സമയത്ത് തീർത്ഥാടകരെന്ന വ്യാജേന അകത്ത് കയറിയിട്ട് 1987 അവിടെ വെടിവെപ്പ് നടത്തിയവരാ ഈ ആയത്തുള്ള ഖൊമൈനിയുടെ ഷിയ തീവ്രവാദികൾ. അവിടെ വെടിവെപ്പ് നടത്തിയതാ. കാരണം ഒരു തുള്ളി ചോര വീഴാൻ പാടില്ലാത്ത വിശുദ്ധ ഭൂമിയായി കാണുന്ന ഒരു സ്ഥലമാണ് ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞാൽ. ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പൈസ ഉള്ളവർക്ക് പോകാൻ പറ്റും, പൈസ ഇല്ലെങ്കിൽ ഒരുക്ക് കൂട്ടിയിട്ട് അങ്ങനെയെങ്കിലും വയസ്സുകാലത്ത് പോകുന്നവരുണ്ട്. പല മക്കളും ഇച്ചിരി അവരുടെ സാമ്പത്തികമായിട്ട് ശേഷി ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ എങ്ങനെ അവരെ വാപ്പയും ഉമ്മയും ഒന്ന് ഹജ്ജിന് പറഞ്ഞയക്കാൻ നോക്കും എങ്ങനെങ്കിലും, അവർ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും. കാരണം അവരുടെ ഒരു വലിയ ആഗ്രഹമാണ്. അത് പോയിട്ട് പിന്നീട് അവിടുന്ന് മരിച്ചാലും തിരിച്ചു വന്നില്ലെങ്കിലും ഒക്കെ അത് പുണ്യമായിട്ട് കാണുന്നവരാ. അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഈ തീർത്ഥാടകരെ നേരെ വെടിയുതിർത്ത ഈ ഷിയ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സുഡാപ്പികളൊക്കെ കൈയടിക്കുന്നത്. ഇവർക്ക് ഇവരില്ലാത്തുണ്ടാവും. 3/4 ചാനലിന് ഉദ്ദേശം വേറെയുണ്ട്, അത് വേറെ കാര്യം. അവിടെ ഒരു ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ ഭീകരൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, ദാവൂദ് എന്ന് പറഞ്ഞിട്ട് കൂടി ചർച്ചയ്ക്കകത്ത്. അവർക്ക് വേറെ ഉദ്ദേശമുണ്ട്. പക്ഷേ ഇത് തന്നെ എടുത്താൽ പറ്റും. ഒരൊറ്റ എക്സാമ്പിൾ, 87 മക്കയിൽ കയറി ആ പുണ്യഭൂമിയിൽ രക്തം ചിന്തിച്ച 100-400 പേരുടെ ജീവഹാനിക്കിടയാക്കിയിട്ടുള്ള സംഭവം. ആ സംഭവത്തെ പോലും ഇവരുടെ ഈ ഷിയാസ് കമാൻഡോകളെ, ആയത്തുള്ള ഖൊമൈനിയുടെ കമാൻഡോകളെ പിന്നെ കീഴ്പ്പെടുത്താൻ സൗദിക്കാനുള്ള ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഫ്രഞ്ച് സൈന്യത്തിൻ്റെ സഹായം തേടി. പക്ഷേ മക്കയിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അമുസ്ലിമിന് പ്രവേശിക്കാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് അവരെ മുസ്ലിങ്ങളാക്കി മതം മാറ്റുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രോസസ്സാണ്. മുസ്ലിം ആയതിനു ശേഷം മാത്രമേ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം അത് അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗം, പുണ്യഭൂമിയാണ്. ഇനി ഇറാനെ കാത്തിരിക്കുന്നത് മറ്റൊരു ഗാസ ആയിരിക്കും. മറ്റൊരു ഗാസ എന്ന് പറയാൻ പറ്റില്ല. ഗാസയെ അങ്ങനെ വാനിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഇസ്രായേലിനില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ഹമാസ് എന്ന് പറയുന്ന മുഹമ്മദ് അബ്ബാസ് തന്നെ നായകളുടെ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ച അവന്മാർ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇസ്മായിൽ ഹനിയയുടെ സഹോദരനെ ഇവർ കൊന്നത് ആശുപത്രിയുടെ അടിയിലുള്ള ബങ്കറാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊലയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കവചങ്ങളായിട്ട് ഇവരുടെ കവചങ്ങളായിട്ട് ഈ മനുഷ്യരെ ഉപയോഗിക്കുക, നിരപരാധികളെ. ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് തീവ്രവാദികളെ ഒളിപ്പിച്ചതിൻ്റെ കൂട്ടം ഇവരെയും കൊണ്ടുവന്നിടും. അപ്പം ഇസ്രായേൽ തീവ്രവാദികൾക്കെതിരെ ബോംബിട്ടാലോ ഷെല്ലാക്രമണം നടത്തിയാലോ ഇവരും കൂടെ കൊല ചെയ്യപ്പെടും. അപ്പം നിരപരാധികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. ഇതാണ് നടക്കുന്നത്. ഇപ്പം ഗെയിൽ പൈപ്പ് ലൈനെതിരായിട്ടുള്ള സമരത്തിൽ പോലും ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഈ തീവ്രവാദ പരിപാടിയൊക്കെ നടത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത്തരം സമരത്തിൻ്റെ മുഖത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടെ മുമ്പിൽ കൊണ്ടുവന്നിടും. കിനാലൂരിലെ സമരത്തിലോ അത് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ പിന്നെ മൗദൂദികൾ. ഇതേ തന്ത്രമാണ് ഹമാസ് ചെയ്യുന്നത്. അവിടുത്തെ പാവപ്പെട്ട ജനതയെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെയെല്ലാം ഇവർ ചാവേറുകളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കൂടെ നിർത്തുക. ഇവന്മാർ അങ്ങോട്ട് പിന്നെ ഈ ഡ്രോണും വിട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള അവരെ മർമ്മത്ത് കൊടുത്തിട്ടുള്ള അടിയാണ്. അവർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ 2022 മാർച്ചിലാണ് അരാംകോ കമ്പനിയുടെ കേന്ദ്രം സൗദിയിൽ ആക്രമിച്ചത്, റിയാദിൽ. അതേപോലെ തന്നെ അവരെ എണ്ണ ടാങ്കുകൾ മൊത്തം ഇതാക്കി കളഞ്ഞു. ടാങ്കറല്ല, ടാങ്കാണ് വലിയ. അതേപോലെ ജിസാനിലെ വൈദ്യുതി വിതരണ പിന്നെ ശൃംഖല, അതിനെതിരെ ഷെല്ലാക്രമണം നടത്തി. 2022 തന്നെയാണ് മിസൈൽ വിട്ടിട്ട്
ഇവിടെ അബുദാബിയിൽ ഡ്രോണും മിസൈലും വിട്ടിട്ട് ആക്രമണം നടത്തിയിട്ടില്ല 2022 ജനുവരിയിൽ, മറ്റത് മാർച്ചിൽ. അപ്പം പിന്നെ അങ്ങനെ വരുമ്പം ഈ അമേരിക്കൻ ആർമി ബേസുകൾ അവിടെ നിൽക്കുമ്പം ആകെ ഇവരുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ തുർക്കിയുണ്ട്, പിന്നെ അസർബൈജാനും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവരോടൊന്നും ഒരുപാട് ദൂരെയാണ് അസർബൈജാൻ. ഈ അസർബൈജാനും തുർക്കി നമ്മൾ എടുത്തു നോക്കുമ്പോൾ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ ശത്രുക്കളല്ലേ. ഇന്ത്യയെ പാകിസ്ഥാനിലോട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പാകിസ്ഥാന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളേതാ? ഒന്ന് തുർക്കിയും ഒന്ന് അസർബൈജാനുമാണ്. വേറെ ഒരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. ഈവൻ ചൈനയും പോലും പ്രഖ്യാപിച്ചില്ല. അങ്ങനെ നിന്ന സമയത്ത് പ്രഖ്യാപിച്ച മാനവരാശിയുടെ ശത്രുക്കളാണ്. തുർക്കിയിൽ എത്ര വലിയ ആഭ്യന്തര സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയിലെ സാധാരണ ജനങ്ങളെ ഇവൻ ശരിക്കും ഒരു ഏകാധിപതിയെ പോലെയാണ്. പിന്നെ ആ നാട്ടിലെ ആൾക്കാരെ ഇട്ട് ചവിട്ടി പ്രക്ഷോഭകാരികളെല്ലാം കൊന്നുകളയായിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുർക്കിക്കകത്ത്. ആ തുർക്കി വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ തുർക്കി കയറി അടിക്കും ഉമ്മാര് ഇസ്രായേൽ. ഒരു അവസരം നോക്കിയിരിക്കുക, മിണ്ടാതെ അവിടെ ഇരുന്നോ എന്നുള്ളതാണ്. ഇസ്രായേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആയുധ ശേഖരം ഇസ്രായേലിന്റെ കൈവശമുണ്ടല്ലേ. ഇന്ന് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആം എക്യുപ്മെന്റ്സ് അവരടുത്താണല്ലോ ഉള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് പോലും മൊസാദ് സഹായിച്ചു കാണുമെന്ന് നമുക്ക് സാമാന്യ യുക്തിക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം ഇവരുടെ ഇത്രയും ഈ 9 കേന്ദ്രങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ റോയ്ക്ക് വേണ്ട ഇൻഫർമേഷൻസ് വരെ മൊസാദ് കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ട ഇൻഫർമേഷൻസ് മൊസാദ് കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ഇന്ത്യ ബന്ധത്തെ ആകപ്പാടെ എതിർക്കുന്നത് MA ബേബിയും അങ്ങനെയുള്ള അല്ല, അവരിനി PB കൂടി ആലോചിക്കും എന്താണ് യുദ്ധത്തിനകത്ത്. പിന്നെ ഡൊണാൾഡ് ട്രംപിനെ അന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് സറണ്ടർ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഭീഷണി ചിലപ്പോൾ അവർ PB കൂടിയിട്ട് ആലോചിക്കും. പിണറായി വിജയൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞത് തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്, തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതുവഴി മുസ്ലിം വോട്ടുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സുന്നി മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇറാനോട് അവർ ഐക്യപ്പെടുമോ? വിവരമുള്ളവൻ ഐക്യപ്പെടത്തില്ല. ഈ സുഡാപ്പികൾക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് ഇത് ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാത്തവർ മാത്രമേ അങ്ങനെ ഐക്യപ്പെടുകയുള്ളൂ. അതേപോലെ തന്നെ വേറെ കാര്യം, ജോർദാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള സമീപനം എന്താ? ഇപ്പം ലെബനൻ എടുത്തിട്ടുള്ള സമീപനം എന്താ? ലെബനൻ ഔദ്യോഗികമായിട്ട് അതൊരു തീവ്രവാദ രാജ്യമല്ല. ഈ ലെബനനകത്ത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു പിന്നെ ഗാരി എൽച്ചാർ എന്നൊക്കെ പറയും, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഒരു സ്വിറ്റ്സർലൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള. അങ്ങനെ ലെബനനിൽ നിന്നുള്ള പലരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ലെബനനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ലെബനനിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, മുസ്ലിം ഭൂരിപക്ഷമാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ ജൂതന്മാരും ഉണ്ടായിരുന്നു അവിടെ 10%. അങ്ങനെ സ്വർഗതുല്യമായി ഇടകലർന്ന് ജീവിച്ചിരുന്ന മണ്ണാണ് ലെബനൻ. ലെബനനും ജോർദാനും ഒക്കെ ഖുറാനിലും പിന്നെ ബൈബിളിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഗോലാൻ കുന്നുകൾ തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിയോൻ ബാക്കിയുള്ളതൊക്കെ ഇതുമായിട്ടൊക്കെ ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളാണ്. ഇതെല്ലാം ബിബ്ലിക്കലായിട്ടും ഖുറാനിൻ്റെ അടിസ്ഥാനത്തിലും വളരെ വിശുദ്ധ ഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇവന്മാർ ഈ ഹിസ്ബുള്ളയെ പാലൂട്ടി വളർത്തി അപ്പുറത്ത് യമനെ തകർത്തത് ഹൂതികളെ വെച്ചിട്ട്. യമനിലെ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹവും പട്ടിണിയാണ്. അവിടെ ലെബനനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവരാ. തിരിച്ച് അവർ അറ്റാക്ക് ചെയ്യുമ്പം നിരപരാധികളും കൂടെ കൊല ചെയ്യപ്പെടുക. ലെബനനിലെ ഹിസ്ബുള്ള തകർന്നു കഴിഞ്ഞല്ലോ ഇപ്പോൾ ഏറെക്കുറെ. ഹിസ്ബുള്ളയുടെ വർത്താനം കേൾക്കാനേ ഇല്ല. കാരണം അവന്മാരെ കയ്യിലിരുന്ന പേജറുകളെല്ലാം അല്ലേ ഒരു ദിവസം പൊട്ടിത്തെറിച്ചു ഒന്നായിട്ട്. ആ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തുന്ന, അതിനോടൊന്ന് കിടപിടിക്കാൻ പറ്റുന്ന, മത്സരത്തിന് പോകാൻ പറ്റുന്ന, നമ്മളെപ്പോഴും പറയാറുണ്ട് സാമാന്മാരോട് മുട്ട, പാണ്ഡിലോരുടെ മുമ്പിൽ തവള മസിൽ പിടിച്ച് നിൽക്കുന്ന മാതിരിയുള്ള നിൽക്കലാണ്. അപ്പോൾ ഇറാൻ ഏറ്റവും നല്ലത് യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടായി പറഞ്ഞത്. കാരണം ഇപ്പോൾ ജോർദാൻ വ്യോമപാത അടച്ചു. ജോർദാൻ വ്യോമപാത അടയ്ക്കുക എന്ന് പറയുന്നത് ഇറാന് പ്രതികൂലമാണ്. ഇറാൻ അതുവഴി സാധനം വിടാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഇസ്രായേലിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർ ആദ്യം ചെയ്തും കൊടുത്തു. ഇസ്രായേൽ അങ്ങോട്ട് വിട്ടപ്പോൾ അതൊന്നും അടച്ചില്ല. ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള വിവരം കൊടുക്കുന്നത്. അപ്പോൾ ജോർദാൻ എന്താണെന്ന് വെച്ചാൽ പരോക്ഷമായി ഇവരെ സഹായിക്കുന്ന നിലപാടെടുത്ത് ബാക്കിയുള്ള അറബ് രാജ്യങ്ങളും അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ. ആ പക്ഷേ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വലിയ പ്രശ്നമാകും. കാരണം ഇറാൻ അമേരിക്കയുടെ ആർമി ബേസുകൾ ബഹ്റൈനിലെയോ ഖത്തറിലെയോ ഇതൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും സ്വസ്ഥമായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ ഇവരെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നിരുപാധികമായ പിന്തുണ രഹസ്യമായിട്ട് നൽകും. പരസ്യമായിട്ട് അവർ പറയും, ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരും. അതാണല്ലോ കലാപരിപാടി. ഇപ്പം ഹമാസിനെതിരായിട്ടുള്ള വിഷയത്തിലും അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, സൂയസ് കനാലിൽ കൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ഇവന്മാർ ആക്രമിച്ചില്ലേ ഹൂതികൾ. ഇന്ത്യൻ നേവി വരെ അവിടെ എത്തി. പിന്നെ ഹൂതികൾക്കെതിരായിട്ട് ഹൂതികൾക്കുള്ള മൊത്തം ആയുധം എന്ന് പറയുന്നത് ഇറാനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രം അവസാനം പിന്നെ ഇസ്രായേൽ തകർക്കുന്നു. അമേരിക്കയും അവരുടെ സംഭവങ്ങളെല്ലാം തകർക്കുന്നു. അവരുടെ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളെല്ലാം തകർത്തും. ഈ പിന്നെ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന സമയത്ത് ജർമ്മനിയും ഫ്രാൻസും പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഉൾപ്പെട്ട 10-23 രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കുകയും ഹൂതികൾക്കെതിരെയും ഇറാനെതിരെയും. ആ സഖ്യത്തിനകത്ത് ബഹ്റൈൻ കക്ഷിയാണ്. അപ്പോൾ ബഹ്റൈൻ അതിനകത്ത് അറബ് രാജ്യമാണ്. ബഹ്റൈൻ അതിനകത്ത് പോയിട്ട് കക്ഷി ചേർന്നു. ബഹ്റൈനും ഈജിപ്തും സൗദി അറേബ്യയും UAEയും ഒക്കെ മാനസികമായി ഇവരുടെ കൂടെ. ആകെ ആ മേഖലയിൽ നിന്ന് തുർക്കി മാത്രമേ ഇവർക്ക് സപ്പോർട്ടുള്ളൂ. വേറെ ഒരു രാജ്യങ്ങളുടെയും സപ്പോർട്ടില്ല. പിന്നെ ഹിസ്ബുള്ളയൊക്കെ കഴിഞ്ഞ്
അതിൻ്റെയൊക്കെ കഥ തീർന്നു കഴിഞ്ഞു. ഹമാസിൻ്റെയും കഥ ഇപ്പോൾ ഏറെക്കുറെ തീർന്ന അവസ്ഥയിൽ തന്നെ വല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ആയുധം എല്ലാം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇസ്രായേലിനും മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഇറാൻ തകർന്നു കാണണം തന്നെ ആയിരിക്കും ആഗ്രഹം. കിട്ടിയത് മേടിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നാൽ നല്ലത്. ഇനി ആണവായുധം എന്ന് പറഞ്ഞാൽ ഉമ്മർ കളിക്കത്തില്ലല്ലോ. അതിന് വേണ്ട സാധനങ്ങളെല്ലാം, അതിന് വേണ്ട റോ മെറ്റീരിയൽസും എല്ലാം ഒരു ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പൊട്ടിക്കുമല്ലോ. ആണവായുധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു സാധനം ഉറക്കുണ്ടാക്കാൻ പറ്റില്ല. അവരെ പിന്നെ ഈ ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും തീർന്നു. ഇനി എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആയത്തുള്ള കൊമേനി ഇനിയിപ്പോൾ എന്നാണ് അയാളുടെ കൗണ്ട് ഡൗൺ ഇട്ടിയത് മേടിച്ച് പിന്നെ മിണ്ടാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ ആയത്തുള്ള കൊമേനിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം.